ഓൾറൈറ്റ്. സോ ഞാനൊരു ഫ്യൂ ഡേയ്സ് ബാക്ക് ബ്ലോഗിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാനൊരു ഹൈ ലെവൽ ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് എന്താണ് ബ്ലോഗിങ്, എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പറഞ്ഞൊരു ഹൈ ലെവൽ ഓവർവ്യൂ പോലെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. ആൻഡ് ആ വീഡിയോൻ്റെ കോമെൻറ്റ് സെക്ഷൻ്റെ അകത്ത് കുറേ ആൾക്കാർ ചോദിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ച് തരുമോ എന്നുള്ളതാണ്. ലൈക്ക് പർച്ചേസിങ് എ ഡൊമെയിൻ നെയിം, ഗെറ്റിംഗ് എ ഹോസ്റ്റിംഗ്, ഇൻസ്റ്റാളിംഗ് വേർഡ് പ്രസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാനൊരു പ്രീവിയസ് ഡേ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്തത് ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് എന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാനായിരുന്നു. സോ ഹിയർ ആം ടുഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് റിയൽ ആയിട്ട് എങ്ങനെ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ഡൊമെയിൻ വാങ്ങാം, എങ്ങനെ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാം, എങ്ങനെ ഡൊമെയിൻ ഹോസ്റ്റിംഗ് ലിങ്ക് ചെയ്യാം, എങ്ങനെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യേണ്ട സെറ്റിംഗ്സും കാര്യങ്ങളും, പിന്നെ പ്ലഗിൻസ് ആൻഡ് തീംസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, ആൻഡ് ഫൈനലി നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോഗ് പോസ്റ്റ് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ ആ ഒരു വീഡിയോ ഓൾറെഡി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഐ ബട്ടനോ അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു ഹോൾ ബ്ലോഗിംഗ് തിങ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ ആ ഒരു ഡീറ്റെയിൽസിലേക്കൊന്നും ഈ ഒരു വീഡിയോ ഞാൻ കിടക്കുന്നില്ല. ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ അജണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് ആൻഡ് ഒരു പ്രാക്ടിക്കൽ ഒരു വാക്ക് ത്രൂ ആണ്. അപ്പോൾ എന്തൊട്ട് സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡേ റൈറ്റ് ടൈം. അപ്പോൾ ഫസ്റ്റ് ഐ അസ്യൂം യു ഹാവ് ഓൾറെഡി വാച്ച് ദാറ്റ് വീഡിയോ. അപ്പോൾ ആ വീഡിയോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു നീഷ് കണ്ടുപിടിക്കുന്നതും ബ്ലോഗിൻ്റെ പേര് കണ്ടുപിടിക്കുന്നതും അങ്ങനെ പറഞ്ഞ് കുറച്ചധികം കാര്യങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റ് ഞാനൊന്ന് ബേസിക്കായിട്ട് ഇപ്പോൾ പറഞ്ഞു പോകാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ബ്ലോഗ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു നീഷ് സെലക്ട് ചെയ്യലാണ്. അപ്പോൾ ഒരു നീഷ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നീഷ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നോളജി നീഷിലുള്ള ഒരു ബ്ലോഗാണ്, ആൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് നീഷിലുള്ള ഒരു ബ്ലോഗാണ്, ആൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണി അല്ലെങ്കിൽ ഫൈനാൻസ് നീഷ് ചെയ്തൊരു ബ്ലോഗാണ്. ആൻഡ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോഗിൽ ഉള്ള ആർട്ടിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിക്കിൾസും AI, ടെക്നോളജി, സ്മാർട്ട് ഫോൺ, ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആർട്ടിക്കിൾസാണ് ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതേപോലെ ഇതൊരു കുക്കിംഗ് നീഷിലുള്ള ഒരു ബ്ലോഗാണ്, ആൻഡ് ഇതിൻ്റെ അകത്ത് റെസിപ്പീസ്, കുക്കിംഗ് ട്രിക്സ് ആൻഡ് ടിപ്സ് അതേപോലത്തെ കുറച്ചധികം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. അതേപോലെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ഫൈനാൻസ് നീഷിലുള്ള ബ്ലോഗ് ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മെയിൻലി ഈ ഒരു ബ്ലോഗിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെന്നിട്ട് ഒരു നീഷ് കണ്ടുപിടിക്കണം. ആൻഡ് നീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ടോപ്പിക്കാണ്. ഏത് ടോപ്പിക്കിനെ പറ്റിയാണോ നിങ്ങൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് ആയിരിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് വെച്ച് ഇൻറ്റർസെക്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റിയ ഒരു നീഷ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. ആൻഡ് ഇതിനെപ്പറ്റി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മേക്ക് ഷുവർ യു വാച്ച് ദാറ്റ്. അപ്പോൾ നിങ്ങളൊരു നീഷ് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടാണ് ഇനി ബാക്കി സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ നെയിമാണ്. ആൻഡ് google.com, facebook.com, astrokjoseph.com ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾസ് ഓഫ് ഡൊമൈൻ നെയിമാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾ കുറേ ഇമേജസ് അപ്ലോഡ് ചെയ്യും, ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റൽ കോണ്ടന്റ് ഒക്കെ സ്റ്റോർ ചെയ്യും, കോമൻറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഈ ഓരോരോ കോണ്ടന്റ് ഒക്കെ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ് സെർവറിലാണ്. അപ്പോൾ ഈ ഓരോരോ സെർവറിനും ഒരു IP അഡ്രസ് ഉണ്ടാവും, സംതിങ് ലൈക്ക് ദിസ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു IP അഡ്രസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റും ഇങ്ങനത്തെ ഓരോരോ സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കാനും ആക്സസ് ചെയ്യാനും ഭയങ്കര കഷ്ടമായിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ബേസിക്കലി ഡൊമൈൻ നെയിം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടിനൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് നിങ്ങളുടെ ബ്ലോഗിനൊക്കെ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഡൊമൈൻ നെയിം നമ്മൾ വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ അടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കി നോക്കാം. ഓൾറൈറ്റ്. സോ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ namecheap.com അല്ലെങ്കിൽ Cloudflareൻ്റെ ഡൊമൈൻ രജിസ്റ്റർ പേജ് അല്ലെങ്കിൽ godaddy.com അങ്ങനെയുള്ള കുറേ അധികം ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാൻ ഓഫർ ചെയ്യുന്ന കുറേ സർവീസസ് ഉണ്ട്, ബേസിക്കലി ഡൊമൈൻ രജിസ്ട്രാർസ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നെയിം അവിടുത്തെ ഒരു സെർച്ച് ബോക്സിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു ടെക് ബ്ലോഗ് തുടങ്ങാൻ നോക്കുകയാണ്, ആൻഡ് ആസ്ട്രോസ് എന്നാണ് ആ ഒരു ബ്ലോഗിന് ഞാൻ ബേസിക്കലി നെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് astrostech.com എന്ന് പറഞ്ഞ് ഇവിടെ സെർച്ച് ചെയ്തിട്ട് സെർച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡൊമൈൻ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റും. അവൈലബിൾ ആണെങ്കിൽ എനിക്ക് റൈറ്റ് അവേ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും astrostech.com എന്ന് പറഞ്ഞ ഈ ഒരു ഡൊമൈൻ ഓൾറെഡി ടേക്കൺ ആണ്. അപ്പോൾ ഈ ഒരു ഡൊമൈൻ വേറെ ആരോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ .net, .org, .ai, എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം TLDs ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ്ലി .com വേർഷൻ ഓഫ് ദ ഡൊമൈൻ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് അവൈലബിൾ അല്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ കുറച്ചുകൂടി ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് ഡൊമൈൻ നെയിം കണ്ടുപിടിക്കുക, ആൻഡ് അത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ astrostechworld.com. അപ്പോൾ ഞാൻ techworld.com എന്ന് അടിച്ച് നോക്കിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യാണ്.
ആൻഡ് ഇപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഡൊമൈൻ എനിക്കിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ടു കാർട്ട് ഞെക്കുക, എന്നിട്ട് ഈ ഒരു വ്യൂ കാർട്ടിലെ ചെക്കൗട്ട് ഓപ്ഷൻ ഞെക്കിയിട്ട് ഈ ഒരു പർച്ചേസ് ബേസിക്കലി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡൊമൈൻ ബേസിക്കലി ഓൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനിപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 952 റുപ്പീസാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 years അല്ല 1 year ആണ് എടുക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് 1000 റുപ്പീസിനടുത്ത് ഈ ഒരു .com ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാൻ ചിലവ് വരും. അത് നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഒരു ഹോൾസെയിൽ റേറ്റിൽ ഡൊമൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ Cloudflare രജിസ്ട്രാർ ആയിരിക്കും. അപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഡൊമൈൻസും Cloudflare രജിസ്ട്രാറിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇനിയിപ്പോൾ അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരു ഡൊമൈനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിംഗ് വേണം നമുക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉപയോഗിക്കാൻ പോകുന്ന ഹോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്റ്റിംഗ് കമ്പനി നിങ്ങൾക്ക് ആക്ച്വലി ഒരു 12 months അതിൽ കൂടുതലോ ഹോസ്റ്റിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ഡൊമൈൻ തരും. അതായത് ബേസിക്കലി നിങ്ങൾ ഹോസ്റ്റിംഗ് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു .com .in .io ഡൊമൈൻ ഫ്രീ ആയിട്ട് തരും. അതായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ബേസിക്കലി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡൊമൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗോ ഹെഡ് നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അല്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഡൊമൈൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൊമൈൻ ഈസിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനുള്ള ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് വരും. ഇത് ബേസിക്കലി ഹോസ്റ്റിംഗറിൻ്റെ ഒരു ഹോസ്റ്റിംഗ് പേജാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഹോസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിംഗറിൻ്റെ അടുത്തുള്ളതാണ്. ബേസിക്കലി നമുക്കൊരു ഫ്രീ ഡൊമൈനും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഹോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണ്. ഇപ്പോൾ മിനിമൽ ബഡ്ജറ്റിൽ ഒരു ബ്ലോഗ് തുടങ്ങാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റിംഗറിൻ്റെ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡിജിറ്റൽ ഓഷനിൽ ചെന്നിട്ട് ഒരു VPS സ്പിൻ ചെയ്ത് അത് ഉപയോഗിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്റ്റിംഗ് പ്രൊവൈഡർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും യു ആർ ഫ്രീ ടു ഡു സോ. നമുക്ക് ആ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് സൈൻ അപ്പ് ചെയ്തിട്ട് ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്റ്റെപ്സൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. UIയിലും കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് pretty സിമിലർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഞാൻ ജസ്റ്റ് കാണിക്കുന്ന ഹോസ്റ്റിംഗാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് പ്ലാൻ്റെ സെക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി 4 ഹോസ്റ്റിംഗ് പ്ലാൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സിംഗിൾ പ്രീമിയം ബിസിനസ് ക്ലൗഡ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് 4 പ്ലാൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോരോ ഹോസ്റ്റിംഗ് പ്ലാൻസിനും 69 രൂപ, 129, 229, 699 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. ആൻഡ് ഈ താഴെ നമുക്ക് ഈ ഓരോരോ ഹോസ്റ്റിംഗ് പ്ലാൻസിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഈ ഒരു അതായത് ഈ സിംഗിൾ പ്ലാൻ ഒഴികെ ബാക്കി ഏത് പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്രീ ഡൊമൈൻ കാണാൻ പറ്റും. അത് ഫ്രീ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അത് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ പോരാത്തതിന് ഈ ഒരു സിംഗിൾ പ്ലാൻ്റെ നിങ്ങൾക്ക് ഒറ്റ വെബ്സൈറ്റ് മാത്രമേ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി ഇത് ഒഴിവാക്കുക. അത്രയ്ക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഡൊമൈനൊക്കെ ഉണ്ട് അങ്ങനത്തെ കേസിലാണ് ആൻഡ് നിങ്ങൾ ഒറ്റ ബ്ലോഗ് മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ലിമിറ്റഡ് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ഒക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ പ്ലാൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പ്രീമിയം പ്ലാൻ എടുക്കാനാണ്. അപ്പോൾ പ്രീമിയം ബിസിനസ് ക്ലൗഡ് സ്റ്റാർട്ടപ്പ് അതിൽ നിങ്ങൾക്ക് പ്രീമിയം തന്നെ മതിയാവും. കാരണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 100 വെബ്സൈറ്റ്സ് ഈ ഒരു പ്ലാനിൽ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ബാക്കി ഫീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മാനേജ് വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ആണ്. പിന്നെ 100 GB SSD സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രീ ഡൊമൈൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വെബ്സൈറ്റ് മൈഗ്രേഷൻ ഉണ്ട്, SSL ഉണ്ട്, പിന്നെ ഇമെയിൽ ഉണ്ട്. അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ഈ ഓരോ ഹോസ്റ്റിംഗ് പ്ലാൻസിനുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ബിസിനസ് പ്ലാൻ സെലക്ട് ചെയ്യാം. കാരണം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും സിമിലർ ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്കിവിടെ 100 GB SSD സ്റ്റോറേജ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ 200 GB NVMe സ്റ്റോറേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ SSDയും NVMe നോക്കുകയാണെങ്കിൽ SSDനെക്കാട്ടും ഒരു 3 to 5 times ഫാസ്റ്ററാണ് NVMe എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ ബ്ലോഗിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്, അത് ഫയൽസൊക്കെ ആക്സസ് ചെയ്യലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പ്ലാൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇൻ ദിസ് കേസ് ഞാൻ എന്തായാലും പ്രീമിയം പ്ലാനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചൂസ് പ്ലാൻ ഓപ്ഷൻ നിൽക്കുകയാണ്. ആൻഡ് ഞാനിപ്പോൾ കാർഡ് പേജിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 48 months ആണ്. അപ്പോൾ നമുക്കൊരു ഫ്രീ ഡൊമൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഒരു 12 months പ്ലാനെങ്കിലും സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോങ്ങർ ദ ഡ്യൂറേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ചീപ്പറായിരിക്കും പെർ മന്ത് പ്രൈസ്. അതായത് ഇപ്പോൾ ഞാൻ 1 month സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 649 rupees per month കൊടുക്കണം ഈ ഒരു പ്ലാനിന്. അതേപോലെ ഇപ്പോൾ ഞാൻ 12 months സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 199 ആണ് എനിക്ക് മന്ത്ലി പേ ചെയ്യേണ്ടത്. അതേപോലെ ഞാനിപ്പോൾ 24 months സെലക്ട് ചെയ്യുകയാണെങ്കിൽ 169 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്രീ ഡൊമൈൻ കിട്ടേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അറ്റ്ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് 12 months സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ 12 months സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 12 months പെർ മന്ത് പ്രൈസ് വരുന്നത് 199 rupees ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രീ ഡൊമൈൻ 1 yearലേക്ക് ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ സബ് ടോട്ടൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 2388 rupees ആണ് കിട്ടുന്നത്. ഒരു പ്ലാൻ ഡിസ്കൗണ്ട് ഓഫ് 69 ഓൾറെഡി അപ്ലൈഡ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇനി ഇപ്പോൾ ഈ കാണിച്ചിരുന്ന ഫൈനൽ പ്രൈസിൽ നിന്ന് ഇനിയും ഒരു 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഹാവ് എ കൂപ്പൺ കോഡ് സെക്ഷൻ ചെന്നിട്ട് ആസ്ട്രോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലൈ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ടും കൂടി കിട്ടും. അപ്പോൾ 2300 സംതിങ് ഉള്ളത് ഒരു 2149 rupees ആയിട്ട് മാറും. അപ്പോൾ ഹോസ്റ്റിംഗ് വാസ് കൈൻഡ് ഇനഫ് ടു പ്രൊവൈഡ് അസ് വിത്ത് ദിസ് കൂപ്പൺ കോഡ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് മന്ത് ഇൻട്രോഡക്ടറി പ്രൈസ് പോലെയാണ്. അതായത് 12 monthsലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിന് കിട്ടും. പക്ഷേ ഈ 12 months കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ പെർ മന്ത് നിങ്ങൾ ഓൾമോസ്റ്റ് 379 rupees ആയിരിക്കും നിങ്ങൾക്ക് ചിലവ് വരിക. ഇതൊരു ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഡിസ്കൗണ്ട് അപ്ലൈ ആയിട്ടുണ്ട്.
ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ ദ ബിഗിനിങ് തന്നെ നല്ല ഡീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് അവേ 24 അത്രയും ലൈക്ക് എത്രയാണോ ഡ്യൂറേഷൻ, നിങ്ങൾക്ക് ലോങ്ങർ ഡ്യൂറേഷൻ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഈ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൂപ്പൺ കോഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ അടിക്കാം. ആൻഡ് നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഹോസ്റ്റിംഗർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഞെക്കിയിട്ട് ഗൂഗിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് ഒരു സൈനപ്പ് ചെയ്യുക. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാം. ഓൾറൈറ്റ്. സോ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബില്ലിംഗ് അഡ്രസ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, കൺട്രി ഓഫ് റെസിഡൻസ്, സ്റ്റേറ്റ്, സിറ്റി, അങ്ങനെ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ നിൽക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് കാർഡ് വെച്ച് പേ ചെയ്യാം, UPI, Paytm, PayPal, പിന്നെ നെറ്റ് ബാങ്കിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കാർഡ് ഡീറ്റെയിൽസ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ UPI യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങളുടെ ഹോസ്റ്റിംഗ് പ്ലാനും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് ഇപ്പോൾ ഇൻ ദീസ് കേസ് നോക്കുകയാണെങ്കിൽ ഈ ടാക്സസ് എല്ലാം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2536 റുപ്പീസാണ് നമുക്ക് ഈ ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിലവാകുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോസ്റ്റിംഗർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തിട്ട് ഈ വെബ്സൈറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ വാങ്ങിയ പ്രീമിയം വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഓവർ അല്ലെങ്കിൽ കണ്ടിന്യൂ സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് ചെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഇവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഹൂ ഈസ് ദിസ് വെബ്സൈറ്റ് ഫോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ മൈസെൽഫ് ഫോർ മൈ ബിസിനസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഞെക്കാം. പിന്നെ നമുക്ക് ഡു യു വാണ്ട് ടു ക്രിയേറ്റ് ഓർ മൈഗ്രേറ്റ് എ വെബ്സൈറ്റ്. അപ്പോൾ നമ്മളൊരു ബ്ലോഗ് തുടങ്ങാനാണ് പോകുന്നത്. അപ്പോൾ ക്രിയേറ്റ് എ വെബ്സൈറ്റ് ഞെക്കിയിട്ട് നെക്സ്റ്റ് അടിക്കാം. ആൻഡ് ഹൗ ഡു യു വാണ്ട് ടു ബിൽഡ് എ വെബ്സൈറ്റ് എന്ന ഓപ്ഷനിൽ ഒബ്വിയസ്ലി വേർഡ്പ്രസ് സെലക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോസ്റ്റിംഗ് വെബ്സൈറ്റ് ബിൽഡർ ഓപ്ഷൻ ഉണ്ട്, ബട്ട് വേർഡ്പ്രസ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഞെക്കുക. നെക്സ്റ്റ് നമ്മൾ ലോഗിൻ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം. അതായത് നമുക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഒരു അഡ്മിൻ ലാംഗ്വേജ്, ഇൻ ദിസ് കേസ് ഞാൻ ഇംഗ്ലീഷ് US തന്നെയാണ് വെക്കുന്നത്. പിന്നെ നിങ്ങളുടെ വേർഡ്പ്രസ് അഡ്മിൻ ഇമെയിൽ, ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഒരു അഡ്മിൻ ഇമെയിലൂടെ എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്, നിങ്ങളുടെ ബ്ലോഗിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പാസ്വേഡും ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഞെക്കാം. നെക്സ്റ്റ് ചെയ്യുന്ന വാട്ട് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ഡു യു വാണ്ട് ടു ബിൽഡ്. അപ്പോൾ ബ്ലോഗ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ്. ആൻഡ് ഇനിയിപ്പോൾ ഇവിടെ ഹോസ്റ്റിംഗർ നമ്മൾ ഏതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യാൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഏതൊരു തീം റൈറ്റ് ഓഫ് ദ ബാറ്റ്, അതായത് വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തീമിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാവുക. ഫോർ നൗ ഞാൻ ബിൽഡ് ഫ്രം സ്ക്രാച്ച് ഞെക്കിയിട്ട് ആഡ് ബ്ലാങ്ക് സൈറ്റ് എന്ന ഓപ്ഷനാണ് ഞെക്കുന്നത്. ഞാൻ എങ്ങനെയാണ് തീമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെന്ന് കാണിച്ചു തരാം. ആൻഡ് ഇവിടെ നമുക്ക് പ്ലഗിൻസ് സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഓൾ ഇൻ വൺ SEO, WP ഫോംസ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പ്ലഗിൻസ് ഉണ്ട്. ഞാനിപ്പോൾ അതെല്ലാം അൺസെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഞെക്കും. ഞാൻ എന്തായാലും ഈ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഞെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നോക്കിയിട്ട് അറിയാൻ പറ്റും, നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പ്ലാനിൻ്റെ അകത്ത് നമുക്കൊരു ഫ്രീ ഡൊമെയിൻ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യേണ്ട ടൈമാണിത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡൊമെയിൻ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഇവിടെ ഞെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട ഡൊമെയിൻ നെയിം ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൺ ഇയർ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഫ്രീ ഡൊമെയിൻ അവൈലബിൾ ആയി കിട്ടുക. അതിനുശേഷം നമ്മളത് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഈ ഫ്രീ ഡൊമെയിൻ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഡൊമെയിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള ഈ എക്സ്റ്റൻഷൻസിലുള്ള എല്ലാ ഡൊമെയിൻസും നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ .in, .io, .net, org, ലിങ്ക് എന്നങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ഡൊമെയിൻ നെയിമിൻ്റെ ഇവിടെ വന്നിട്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട astrokj.com, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അത് എൻ്റർ ചെയ്യാണ്. നോക്കിയിട്ട് കാണാൻ പറ്റും astrokj.com ഫ്രീ ഫോർ 1 ഇയർ എന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് അപ്പോൾ ഞാൻ ആ ഡൊമെയിൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അവൈലബിൾ അല്ലെങ്കിൽ വേറെ ഡൊമെയിൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ആൻഡ് വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് നെക്സ്റ്റ് ഞെക്കുക. നമുക്ക് നമ്മുടെ ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് സെലക്ട് പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. കൺട്രി ഇന്ത്യ, പേഴ്സണലി വെക്കുക നെക്സ്റ്റ്. അതിനുശേഷം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ്, നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷനൊക്കെ നമ്മൾ കറക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് രജിസ്ട്രേഷൻ കൊടുക്കുക. ആൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ നിൽക്കുക. അപ്പോൾ ഇത് പറയുന്നുണ്ട് രജിസ്റ്ററിങ് ഡൊമെയിൻ നെയിം. അപ്പോൾ ഇൻ ലെസ് ദാൻ 1 മിനിറ്റ് നമ്മുടെ ഡൊമെയിൻ നെയിം റെഡി ആയിരിക്കും. ആൻഡ് ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് വേർ ഈസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ് ലൊക്കേറ്റഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലെറ്റ്സ് നിങ്ങൾ ഇന്ത്യൻ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിനി വേറെ US അങ്ങനത്തെ വെസ്റ്റേൺ കൺട്രീസൊക്കെയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും ഉണ്ട്. അതായത് വെസ്റ്റേൺ കൺട്രീസിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ലൊക്കേഷനിൽ നിങ്ങളുടെ ഡേറ്റാ സെൻറ്റർ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഓഡിയൻസിന് ക്ലോസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമ്മുടെ ഡേറ്റാ സെൻറ്റർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ യൂറോപ്പിലും രാജ്യങ്ങളിൽ കുറേ കൺട്രീസിൽ അവൈലബിൾ ആണ്. പിന്നെ സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, അതേപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻ ദിസ് കേസ് ഞാനിപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുകയാണ്. എന്നാൽ ഞാൻ നെക്സ്റ്റ് ഞെക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇൻസ്റ്റാളിങ് വേർഡ്പ്രസ്. അപ്പോൾ കറൻ്റ്ലി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇത് വേർഡ്പ്രസ് UI ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഡൊമെയിനിലേക്ക് ആക്ച്വലി കണക്ട് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് വേർഡ്പ്രസിൻ്റെ ഹോസ്റ്റിംഗർ പ്ലഗിനിലുള്ള ആ ഒരു വെബ്സൈറ്റ് സെറ്റപ്പ് സ്ക്രീൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്കിനി നമ്മുടെ ഡൊമെയിനെ നമുക്ക് ഈ ഒരു വേർഡ്പ്രസ് ബ്ലോഗിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണക്ട് ഓൺ HPanel എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.
അപ്പോൾ ഇത് ഹോസ്റ്റിംഗറിൻ്റെ എച്ച് പാനൽ സെക്ഷൻ ഓപ്പൺ ചെയ്യും. ആൻഡ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം വെബ് ഹോസ്റ്റിങ്ങിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ ഡൊമെയിൻ കാണാൻ പറ്റും. ആൻഡ് അതിപ്പോൾ ഡൊമെയിൻ ഈസ് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ അപ് ടു ഒരു 5 hours 1 hours ഒക്കെ എടുക്കാം. പക്ഷേ ഇൻ ലെസ് ദാൻ 1 minute അല്ലെങ്കിൽ ഒരു 5 minutesനുള്ളിൽ കംപ്ലീറ്റ് ആവേണ്ടതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഈ ഒരു ലിങ്ക്, അതായത് നമ്മുടെ ഹോസ്റ്റിംഗിലേക്ക് നമ്മളുടെ ഈ ഒരു ഡൊമെയിൻ ലിങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേർഡ്പ്രസ് സെറ്റപ്പ് കഴിഞ്ഞു, നമ്മൾ ഡൊമെയിൻ പർച്ചേസ് ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്തു. ആൻഡ് നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് പ്രോസസ്സ് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോസ്റ്റിംഗറിൻ്റെ എച്ച് പാനൽ എന്ന് പറയുന്നത്. ആൻഡ് നമ്മളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡൊമെയിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഫ്രീ ഇമെയിൽ ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കപ്സും എത്ര പീരിയോഡിക്കലി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ബാക്കപ്സ് എടുക്കണം എന്നുള്ളത്, ഡാറ്റാബേസ് ബാക്കപ്പ് ആണോ ഫയൽസ് ബാക്കപ്പ് ആണോ, അതിലിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫയൽ മാനേജർ ആക്സസ് ചെയ്യാനോ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇനിയുള്ള റെസ്റ്റ് ഓഫ് ദ സെറ്റപ്പ് ആൻഡ് കോൺഫിഗറേഷൻ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ വേർഡ്പ്രസ് വെബ്സൈറ്റിലാണ് ചെയ്യേണ്ടത്. ആൻഡ് നമ്മളിപ്പോൾ നോക്കിയിട്ട് അറിയാൻ പറ്റും നമ്മുടെ astrokj.com, അതായത് ഞാനിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഈ ഒരു ഡൊമെയിൻ നെയിമിലേക്ക് നമ്മുടെ ഹോസ്റ്റിംഗ് ലിങ്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വേർഡ്പ്രസ് അഡ്മിൻ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വേർഡ്പ്രസ് അഡ്മിൻ ഏരിയയിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കിയതുകൊണ്ട് ഇത് ഹോസ്റ്റിംഗറിലാണ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ഹോസ്റ്റിംഗറിൻ്റെ ഒരു കൺട്രോൾ പാനൽ പോലെ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് നമുക്ക് ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും നമ്മളുടെ ഡൊമെയിനും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളുടെ വെബ്സൈറ്റിന് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഞെക്കിയിട്ട് വ്യൂ സൈറ്റ് എന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേർഡ്പ്രസ് ബ്ലോഗ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തീംസും കാര്യങ്ങളൊന്നും അപ്ലൈഡ് അല്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ വേർഡ്പ്രസ് ബ്ലോഗ്. അപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് HTTPS അതായത് SSL സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വ്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണക്ഷൻ ഈസ് സെക്യൂറിൽ ക്ലിക്ക് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഇസ് വാലിഡ് എന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ 0 SSL RSA ഡൊമൈൻ സെക്യൂർ സൈറ്റ് CA എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷനാണ്. അത് 0 SSL ആണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് നമ്മൾ HTTPS നമ്മളുടെ ബ്ലോഗിന് എനേബിൾഡ് ആണ്, അല്ലെങ്കിൽ SSL സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കുറച്ച് കോൺഫിഗറേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റിംഗ്സിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ബ്ലോഗിൻ്റെ നെയിം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് ബ്ലോഗിൻ്റെ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണോ നിങ്ങളുടെ ബ്ലോഗിൻ്റെ നെയിം അത് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ AstroKJOS ഒന്ന് കൊടുക്കുകയാണ്. അതേപോലെ നമുക്കൊരു ടാഗ് ലൈനും സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടാഗ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റ് ടൈറ്റിൽ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു സെക്ഷനിലുള്ള കോൺറ്റൻറ്റ് ടാഗ് ലൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് മൈ ബ്ലോഗ് എന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഇനി നമ്മൾ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റ് ഐക്കൺ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഈ സൈറ്റ് ഐക്കൺ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഡ്രസ് ബാറിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരും തൊട്ടിപ്പുറം നമ്മളുടെ ഇവിടെ നമുക്ക് വേണ്ട ലോഗോ ഇവിടെ വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ google.com പോയിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ഇവിടെ കാണാം, നമുക്ക് ഗൂഗിളിൻ്റെ ലോഗോ ഇവിടെ കാണാൻ പറ്റില്ലേ. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഗ്ലോബിൻ്റെ ഐക്കണാണുള്ളത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ബ്ലോഗിൻ്റെ ലോഗോ നമുക്ക് കസ്റ്റമായിട്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ സൈറ്റ് ഐക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിപ്പോൾ റാൻഡമായിട്ട് സ്റ്റാറിൻ്റെ ഐക്കൺ ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു എന്താ പറയുക ഒരു ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും ഇതേപോലെയൊക്കെ നമ്മളുടെ സൈറ്റിൻ്റെ ലോഗോ വരിക. ആൻഡ് അഡ്രസ് URL എല്ലാം ലുക്സ് ഗുഡ് ടു മീ. ആൻഡ് വേണമെങ്കിൽ നമുക്ക് വീക്ക് സ്റ്റാർട്ട്സ് ഓൺ സൺഡേ ആക്കാം. ഡേറ്റ് വരുന്ന രീതി മാറ്റണമെങ്കിൽ അതും ഇവിടെ നോക്കാം. പിന്നെ നമ്മുടെ ടൈം സോൺ വേണമെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാനിവിടെ കൊൽക്കട്ട എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഓൾറൈറ്റ്, എന്നിട്ട് ഈ സെറ്റിംഗ്സ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സേവ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. അതോടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മളുടെ സൈറ്റിൻ്റെ സൈറ്റ് ഐക്കൺ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് നേരത്തെ ഗ്ലോബ് ഐക്കണാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കസ്റ്റമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഐക്കണാണ് നമുക്കിവിടെ വിസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ജനറൽ സെറ്റിംഗ്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർമാലിങ്ക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിലേക്ക് വരിക. എന്നിട്ട് ഇത് പോസ്റ്റ് നെയിമിലാണ് കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഇൻ മോസ്റ്റ് കേസസ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞ ഇതിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് SEO ഫ്രണ്ട്ലി അല്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഒരു പോസ്റ്റ് നെയിം എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് സേവ് ചേഞ്ചസ് നിൽക്കുക. ആൻഡ് ഇനി നെക്സ്റ്റ് ഡിസ്കഷൻസ് എന്ന് പറഞ്ഞ ഈ സെക്ഷനിലേക്ക് വരിക. എന്നിട്ട് അറ്റംപ്റ്റ് ടു നോട്ടിഫൈ എനി ബ്ലോഗ്സ് ലിങ്ക്ഡ് ടു ഫ്രം ദ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം ഡിസേബിൾ ചെയ്യുക. പിന്നെ അതൊക്കെ എനേബിൾ വയ്ക്കുക. അതായത് ഈ രണ്ട് ഓപ്ഷൻസ് ബേസിക്കലി ഡിസേബിൾ ചെയ്യുക. അതായത് വേറെ ആരെങ്കിലും നമ്മുടെ ബ്ലോഗിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ കോമെൻറ്റ് സെക്ഷനിൽ വന്ന് കിടന്നാൽ അതൊരു ഭയങ്കര TDS ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ രണ്ട് ഓപ്ഷൻസ് ബേസിക്കലി ഡിസേബിൾ ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചേഞ്ചസ് നിൽക്കുക. ഓൾറൈറ്റ്, സോ ബൈ ദിസ് പോയിന്റ് നിങ്ങളുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ സെറ്റപ്പ് പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. അത് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ വേർഡ്പ്രസിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തീം ഇൻസ്റ്റാൾ ചെയ്യുക, സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് തീം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു രസമൊന്നുമില്ല കാണാൻ, ഒരു പ്ലെയിൻ ലുക്കാണ് അല്ലേ.
അതായത് ഒന്നുമില്ല, ഒരു കോണ്ടൻറ്റും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബ്ലോഗ് പോസ്റ്റ് ഓപ്പൺ ചെയ്താലും ദിസ് ഈസ് ജസ്റ്റ് ഹൗ അവർ വെബ്സൈറ്റ് ലുക്സ് നൗ. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ആൻഡ് തീം എൻറ്റയർലി മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് തീംസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഫ്രീ തീംസും അവൈലബിൾ ആണ്, പെയ്ഡ് തീംസും അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീ തീംസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് അപ്പിയറൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഹവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള തീംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2025, 2024 ആൻഡ് 2023 എന്ന് പറയുന്ന 3 തീംസാണ്. അത് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾഡ് ആണ്. ആൻഡ് ഇനി ഒരു പുതിയ തീം ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ആഡ് ന്യൂ തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ നിൽക്കുക. ആൻഡ് ഇപ്പോൾ ഇവിടെ നമ്മളുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ്പ്രസിൻ്റെ തീം റിപ്പോസിറ്ററിയിലാണ്. അതായത് വേർഡ്പ്രസിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ തീംസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലെറ്റ്സ് സേ ഒരു ബ്ലോഗ്, ഒരു ടെക്നീഷ്യലുള്ള ഒരു ബ്ലോഗൊക്കെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്കിനനുസരിച്ചുള്ളൊരു തീം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ബ്ലോഗ് ഹാഷ്. ഇത് കണ്ടിട്ട് രസമുണ്ടെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ ലുക്ക് അത്യാവശ്യം നല്ല രസമുണ്ട്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തീം നമ്മുടെ ബ്ലോഗിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഇതേപോലത്തെ ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും തീം ട്രൈ ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് സേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് വണ്ണാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു പോർട്ട്ഫോളിയോ കൈൻഡ് ഓഫ് ഒരു വെബ്സൈറ്റൊക്കെ നിങ്ങൾ ഡിസൈൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തീം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ലെറ്റ്സ് സേ സെൻട്രൽ ന്യൂസ്, ഇതും ഒരു ന്യൂസ് കൈൻഡ് ഓഫ് വെബ്സൈറ്റ്, ഒരു മാഗസീൻ കൈൻഡ് ഓഫ് തീം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തീം തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ ബ്ലോഗ് ഹാഷ് എന്ന് പറഞ്ഞൊരു തീമാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ഈ ഒരു ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ഒരു ഫ്യൂ സെക്കൻഡ്സിലുള്ളത് ഇൻസ്റ്റാൾ ആയിക്കോളും. ആൻഡ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഈ ആക്ടിവേറ്റ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു തീം നമ്മുടെ ബ്ലോഗിലേക്ക് അപ്ലൈ ആകും. അപ്പോൾ ന്യൂ തീം ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കൂടെ കാണാൻ പറ്റും. ആൻഡ് നമ്മൾ നമ്മുടെ സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തീം നമ്മുടെ ബ്ലോഗിലേക്ക് അപ്ലൈ ചെയ്ത് കാണാൻ പറ്റും. നമ്മുടെ ബ്ലോഗിൻ്റെ പഴയ തീമുമായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു തീം കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലുക്സ് ഫാർ വേ ബെറ്റർ. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മളൊരു തീം, ഒരു എക്സ്റ്റേണൽ തീം, ഒരു തേർഡ് പാർട്ടി തീം ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ വേർഡ്പ്രസ് റിപ്പോസിറ്ററിയിലുള്ളൊരു ഫ്രീ തീമാണ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഇവിടുത്തെ തീമൊന്നും അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ളൊരു തീം വാങ്ങിയിട്ട് നിങ്ങളുടെ ബ്ലോഗിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ലെറ്റ്സ് സേ തീം ഫോറസ്റ്റ് പോലത്തെ ഒരു തീം വേർഡ്പ്രസ് തീം പ്രൊവൈഡറിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിട്ട് ലെറ്റ്സ് സേ ഇവിടെ വേർഡ്പ്രസ് തീംസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാനിപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു ഫ്ലോക്സ് തീം, ഈ ഒരു തീം എനിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ പ്രീവ്യൂ ഒക്കെ കാണണമെങ്കിൽ ഈ ഒരു തീമിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് പ്രീവ്യൂ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഫ്ലോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു തീം നമ്മൾ നമ്മുടെ ബ്ലോഗിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓരോരോ സെറ്റപ്പിലുള്ള തീംസ് നമ്മുടെ ബ്ലോഗിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഈ ഇലക്ട്രോണിക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലോഗിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെമോ ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ബേസിക്കലി ഈ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിന് വരാൻ പോകുന്ന ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലുക്കായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ സെല് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തീം യൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഇതും വേറെ ഒരു ബ്ലോഗിൻ്റെ തീമാണ്, ഇതും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു തീം പർച്ചേസ് ചെയ്യണം. അപ്പോൾ ആഡ് ടു കാർട്ട് ഓപ്ഷൻ ഞെക്കിയിട്ട് നിങ്ങളുടെ ഈ ഒരു തീം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു സിപ്പ് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു തീം സെക്ഷനിലേക്ക് വരിക, എന്നിട്ട് ആഡ് ന്യൂ തീം ഞെക്കുക. അത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്ലോഡ് തീം എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു സിപ്പ് ഫയൽ നമ്മളിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി തീം, അതായത് നമ്മൾ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തുള്ള തീമും നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു തേർഡ് പാർട്ടി തീം, അത് പുറത്തുനിന്ന് ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു തീം നമ്മുടെ വെബ്സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ നമ്മൾ സ്ട്രേറ്റ് അവേ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗുഡ് ടു ഗോ യെറ്റ്. കാരണം ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേയധികം കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു തീമിൽ നമുക്കിപ്പോൾ ചെയ്യാൻ വേണ്ടിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കുറേയധികം വിഡ്ജറ്റ്സ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കോപ്പിറൈറ്റ് ടെക്സ്റ്റ് മാറ്റണം, നമുക്ക് ലോഗോ അപ്ലോഡ് ചെയ്യണം, കളേഴ്സ് മാറ്റണം, എന്തൊക്കെ എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മാറ്റണം. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്ലോഗ് പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ആസ്പെക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക് ടു തീം സെക്ഷനിൽ പോയിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ വേർഡ്പ്രസ് തീം കസ്റ്റമൈസർ ഓപ്ഷൻസ് ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു തീമിൻ്റെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ എഡിറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഓരോ തീമിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അത് ഓരോ തീം ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സും ലുക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇത് ഡിഫറൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാനിവിടെ ജനറൽ സെറ്റിംഗ്സിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ലേ ഔട്ടും ബേസ് കളേഴ്സും ടൈപ്പോഗ്രഫിയും ഒക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ലേ ഔട്ട് ഞെക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഫുൾ വിഡ്ത്ത് വേണോ അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ആയിട്ടുള്ളൊരു ഇത് വേണോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സി നമ്മൾ ഈ ഒരു കണ്ടെയ്ൻഡും സ്ട്രെച്ച്ഡും മാറ്റുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലെറ്റ്സ് സേ ബേസ് കളേഴ്സ്, ഇതിൻ്റെ ഇപ്പോൾ ഒരു ബേസ് കളർ അല്ലെങ്കിൽ മെയിൻ ഒരു ആക്സെൻറ്റ് കളറായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് പോലത്തെ കളറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സെലക്ട് കളർ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു കളറിലേക്ക് മാറ്റാം.
ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഇത്. അപ്പോൾ ഈ ഒരു കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളുടെ ബ്ലോഗിൻ്റെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ആക്സൻറ്റ് കളേഴ്സും ഇൻസ്റ്റൻ്റ്ലി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ ആനിമേഷൻസ് വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാം. ഇനിയിപ്പോൾ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റും. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഡാർക്ക് മോഡ് വേണോ വേണ്ടോ എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഡാർക്ക് മോഡ് ആണെങ്കിൽ ഏകദേശം ഇതേപോലെയൊക്കെ നമ്മുടെ സൈറ്റ് ഉണ്ടാവുക. ആൻഡ് ഇവിടെ നമുക്കൊരു ടോഗിൾ ഉണ്ട്. അപ്പോൾ ഇത് ഞെക്കിയിട്ട് നമുക്ക് ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ബാക്ക് പോയിട്ട് ലെറ്റ്സ് സേ ബേസ് ടൈപ്പോഗ്രഫി എഡിറ്റ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറൻറ്റ്ലി നമ്മുടെ ബ്ലോഗിൽ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി വിയറ്റ്നാം പ്രോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോണിൻ്റെ പേര് അറിയാമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ട് സെർച്ച് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ പോപ്പിൻസ് എന്ന് പറഞ്ഞ ഒരു ഫോണ്ടാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പോപ്പിൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. ആൻഡ് ഗൂഗിൾ ഫോൺസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫോൺസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പോപ്പിൻസ് ഞെക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസ്റ്റൻ്റ് നമ്മുടെ ഫോണ്ട് എല്ലാം പോപ്പിൻസിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് എനിക്ക് പോപ്പിൻസ് ആണ് വേണമെങ്കിൽ എനിക്ക് ഇവിടെ പോപ്പിൻസ് സെലക്ട് ചെയ്യാം. ആൻഡ് ഫോണ്ട് വെയിറ്റ്, സ്റ്റൈല്, ലൈൻ ഹൈറ്റ്, ലൈൻ സ്പേസിങ് അങ്ങനത്തെ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ ടേക്ക് ടൈം ആൻഡ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. അതിന് ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ മിസ്ക് സെറ്റിങ്സിൽ വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇതെല്ലാം അതേപോലെ തന്നെ നമുക്ക് വെക്കാം. എനേബിൾ കഴ്സർ ഡോട്ട് എന്താ സംഭവം. ഓക്കെ, നമുക്ക് കർസറിൻ്റെ കൂടെ നമുക്ക് നമ്മളുടെ കർസറിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഒരു ഡോട്ടും നൈസ് അനിമേഷനൊക്കെ ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റ് വേണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബ്ലോഗിൽ എനേബിൾ ചെയ്ത് വെക്കാം. ഇറ്റ് ലുക്സ് കൂൾ. അതുകൊണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ലെറ്റ്സ് സേ നമ്മുടെ ബ്ലോഗിലേക്ക് നമുക്കൊരു ലോഗോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ലോഗോ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കിവിടെ ലോഗോസ് ആൻഡ് സൈറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മുടെ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ സെലക്ട് ലോഗോ ഞെക്കുവാണ്. എന്നിട്ട് ഞാനിപ്പോൾ ബേസിക്കലി ഇവിടെ ഒരു പ്ലേസ് ഹോൾഡർ ലോഗോ ആണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ലെറ്റ്സ് സേ നിങ്ങൾ ഓൾറെഡി ഒരു ലോഗോ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഒരു PNG ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അത് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ലെറ്റ്സ് സേ സെലക്ട് സ്കിപ്പ് ക്രോപ്പിംഗ്. ഞാനിപ്പോൾ ആ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ലോഗോ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഹൈറ്റ് മാറ്റുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ചേഞ്ചും ചെയ്യാൻ പറ്റും. ആൻഡ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ഇമേജ് ആക്ച്വലി ട്രാൻസ്പാരൻ്റ് അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു കളർ ഡിഫറൻസ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും PNG ആയിട്ട് ട്രാൻസ്പാരൻറ്റ് ഇമേജ് എക്സ്പോർട്ട് ചെയ്തിട്ട് വേണം ഇതിവിടെ ആഡ് ചെയ്യാൻ. ഇനി അതേപോലെ തന്നെ ലോഗോ മാർജിൻ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സൈറ്റ് ടൈറ്റിലും പിന്നെ ടാഗ് ലൈൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സൈറ്റ് ഐക്കൺ നമ്മൾ സെറ്റിംഗ്സിൽ ചേഞ്ച് ചെയ്ത ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ കോൺഫിഗറേഷൻസ് ഇവിടെ ചെയ്യാൻ പറ്റും. ഇനി ഹെഡർ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ടോപ്പ് ബാർ, മെയിൻ ഹെഡർ, പേജ് ഹെഡർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ലെറ്റ്സ് സേ ടോപ്പ് ബാർ നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ബാർ എന്ന് പറയുന്നത്. ഇപ്പോൾ കറൻറ്റ്ലി ആയിട്ടുള്ളത് 2 എലമെൻറ്റ്സ് ആണ്. ഒരു ടെക്സ്റ്റ് എലമെൻറ്റ്, അതായത് ഒരു കാലണ്ടർ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഈ ബട്ടണും ഈ ടെക്സ്റ്റ് എലമെൻറ്റൊക്കെ വരുന്ന ഒരു ഓപ്ഷൻസും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ എലമെൻറ്റ്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഒരു നാവിഗേഷൻ ബാറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രൊഫൈൽസ് ഐക്കൺസ്, ഈ ഐക്കൺസ് ഒക്കെ ഇങ്ങോട്ടേക്ക് അടുത്ത് ആഡ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആഡ് ബഡ്ജറ്റ് ഓപ്ഷൻ ഞെക്കിയാൽ മതി. ലെറ്റ്സ് നമുക്കൊരു നാവിഗേഷൻ ആഡ് ചെയ്യാം. ഒരു മെനു ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ. അത് ജസ്റ്റ് കാണിച്ചു തരാം. ബട്ട് ഫോർ നൗ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വേണം നമുക്ക് ഈ ടോപ്പ് ബാർ എനേബിൾ ചെയ്യാം. പിന്നെ മെയിൻ ഹെഡറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സോഷ്യൽ ലിങ്ക്സ് കാണാൻ പറ്റും, ഡാർക്ക് മോഡ് സ്വിച്ചർ കാണാൻ പറ്റും, അതായത് ഇത്. പിന്നെ ഒരു സെർച്ച് ഓപ്ഷനും സബ്സ്ക്രൈബ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഏതെങ്കിലും വിഡ്ജറ്റ് ആഡ് ചെയ്യണം, നമുക്ക് ഇവിടെ ആഡ് വിഡ്ജറ്റ് ഓപ്ഷൻ നോക്കിയിട്ട് ഓരോരോ സാധനങ്ങൾ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു ബട്ടൻ്റെ ടെക്സ്റ്റ് മാറണം. ഇതിപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ള. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു സബ്സ്ക്രൈബ് മാറിയിട്ട് ലെറ്റ്സ് സേ ഫോളോ, ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഫോളോ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫോളോ ഇൻസ്റ്റൻ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമൈസേഷൻസ് ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ കുറേ പ്രൊഫൈൽസ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ലിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ അതിനോട് നിങ്ങൾക്ക് ഈ സോഷ്യൽ ലിങ്ക്സ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഈച്ച് ആൻഡ് എവറി സെക്ഷൻ പോയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എല്ലാ ആസ്പെക്ട് ഓഫ് ദിസ് തീം എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ തീം അത് ഡിഫറൻറ്റും ആയിരിക്കും. ആൻഡ് ഞാനിപ്പോൾ ഇത് എല്ലാം കസ്റ്റമൈസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ദിസ് വീഡിയോ വിൽ ബി എക്സ്ട്രീംലി ലോങ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഈ ഫൂട്ടറും കൂടി ജസ്റ്റ് ബേസിക് കാണിച്ചു തരാം. ഫൂട്ടർ ഓപ്ഷൻ ഞെക്കുന്നു, മെയിൻ ഫൂട്ടർ. ആൻഡ് നമുക്കിവിടെ 3 കോളമായിട്ടുള്ളത് വേണോ ഒരു സിംഗിൾ കോളമായിട്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സേ സിംഗിൾ കോളം ആണെങ്കിൽ അതിങ്ങനെ ഉണ്ടാകും, മെയിൻ കോളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ ഓപ്ഷനിൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ലെറ്റ്സ് സേ ഒരു ഡിഫറെൻറ്റ് കളർ കൊടുക്കണമെങ്കിൽ എനിക്കിങ്ങനെ കളർ കൊടുക്കാൻ പറ്റും. പിന്നെ ഓക്കെ ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഫോണ്ട് കളർ മാറ്റണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ബോർഡർ ആഡ് ചെയ്യാൻ പറ്റും. അതിനൊന്ന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഫൂട്ടർ വേണ്ടാന്നുള്ള എനിക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ കോപ്പിറൈറ്റ് ടെക്സ്റ്റ് ഇവിടെ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോപ്പിറൈറ്റ് ബാർ എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ട് ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു കോണ്ടന്റ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഞാനിപ്പോൾ ഈ കോപ്പിറൈറ്റിന് ഫ്രണ്ടിൽ ചുമ്മാ ആസ്ട്രോ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അവർ ആസ്ട്രോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ കോപ്പിറൈറ്റ് ബാറും വേരിയസ് അതർ ആസ്പെക്ട്സ് ഓഫ് ദ തീം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി ഈ ഒരു പബ്ലിഷ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ ലൈവായി. ഇപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ പോയിട്ട് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ലെറ്റ്സ് സേ ആ കളേഴ്സും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്.
ഇപ്പോൾ ക്യാഷ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ കളേഴ്സൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി നിങ്ങളൊരു തീം എഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീം നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സെക്കൻഡ് വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലഗിൻസ് ആഡ് ചെയ്യലും. നമ്മുടെ വേർഡ് പ്രസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലഗിൻസ് ഉണ്ട്. അതെങ്ങനെ ആഡ് ചെയ്യുന്നതും അത് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് പ്ലഗിൻസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ക്വിക്ക്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് വെബ്സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അധികം മോഡ്യുലറാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ് ബ്ലോഗിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോരോ പ്ലഗിൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലെഗോ പോലെ നമുക്ക് ഓരോരോ പ്ലഗിൻസ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് നമുക്കിപ്പോൾ ഒരു ക്യാഷ് പ്ലഗിൻ നമ്മുടെ ബ്ലോഗിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ബ്ലോഗ് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി നമുക്കൊരു ക്യാഷ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലൈയിങ് പ്രസ് അല്ലെങ്കിൽ WP റോക്കറ്റ് അങ്ങനത്തെ പ്ലഗിൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ ബ്ലോഗിൽ ഇപ്പോൾ പരസ്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് WP ആഡ് ഇൻസേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലഗിൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബ്ലോഗ് SEO ഒപ്റ്റിമൈസ്ഡ് ആക്കണം, ഒരു സൈറ്റ് മാപ്പ് ഒക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യോസ്റ്റ് SEO പോലത്തെ സൈറ്റ് മാപ്പ് പ്ലഗിൻസ് ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്പെസിഫിക് യൂസ് കേസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ബ്ലോഗിൻ്റെ യൂസർ നെയിം ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ആസ്ട്രോ ജോസഫ് 1000 നടക്കുന്നത്. അതായത് എൻ്റെ ഇമെയിലിൻ്റെ ആ ഒരു ആദ്യത്തെ പാർട്ടാണ് ഇപ്പോൾ എൻ്റെ യൂസർ നെയിം ആയിട്ട് ഇവിടെ വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു യൂസേഴ്സ് സെക്ഷനിലേക്ക് വന്നിട്ട് ഓൾ യൂസേഴ്സ് എന്ന ഓപ്ഷൻ ഞെക്കിയിട്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ ഈ പ്രൊഫൈൽ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ എഡിറ്റ് ഞെക്കിയിട്ട് ഈ ഒരു യൂസർ നെയിം ഇപ്പോൾ മാറ്റണം. അപ്പോൾ അത് ഞാൻ മാറ്റാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ യൂസർ നെയിം സെലക്ഷൻ നോക്കിയിട്ടുണ്ട് കാണാം. ഇവിടെ നമുക്ക് ഓപ്ഷൻ കാണാൻ പറ്റും യൂസർ നെയിംസ് ക്യാനോട്ട് ബി ചേഞ്ച്ഡ്. അപ്പോൾ എനിക്ക് വേർഡ് പ്രസ്സിൽ നിന്ന് ഡയറക്റ്റ്ലി ഈ ഒരു യൂസർ നെയിം ഇപ്പോൾ മാറ്റാൻ ഒരു ഓപ്ഷൻ എനിക്കിപ്പോൾ ഇവർ തരുന്നില്ല. ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ ബാക്ക് എൻഡിൽ പോയിട്ട് നമ്മുടെ ഡേറ്റാബേസ് എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂസർ നെയിം മാറ്റാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു വേർഡ് പ്രസ് പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ യൂസർ നെയിം എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്ലഗിൻ്റെ യൂസ് കേസാണ് ഇപ്പോൾ ഞാൻ ബേസിക്കലി ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പ്ലഗിൻസിലേക്ക് പോവുക, ആഡ് ന്യൂ പ്ലഗിൻസ് നിൽക്കുക. എന്നിട്ട് ഇവിടെ ചെന്നിട്ട് ഞാൻ ജസ്റ്റ് ചേഞ്ച് യൂസർ നെയിം എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ കുറേ അധികം പ്ലഗിൻസ് വരും. ഫോർ എക്സാമ്പിൾ ദിസ് വൺ ലുക്സ് ഗുഡ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുവാണ്. ഈ ഇൻസ്റ്റാൾ നോ ബട്ടൺ ഞെക്കിയാൽ മതി. എന്നിട്ട് ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവേറ്റ് ബട്ടൺ വരും. അപ്പോൾ ജസ്റ്റ് ആക്ടിവേറ്റ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചേഞ്ച് യൂസർ നെയിം എന്ന് പറഞ്ഞ ഈ ഒരു പ്ലഗിൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസേഴ്സിലേക്ക് പോയിട്ട് ഓൾ യൂസേഴ്സ് ഞെക്കിയിട്ട് എഡിറ്റ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ എനിക്കിപ്പോൾ ഒരു ചേഞ്ച് ഓപ്ഷൻ കാണാൻ പറ്റും. നേരത്തെ വേർഡ് പ്രസ് പറഞ്ഞിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂസർ നെയിം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഞാനിപ്പോൾ ചേഞ്ച് ഞെക്കി എന്നിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ട ഇതിലേക്ക് ലെറ്റ്സ് ആസ്ട്രോ കെ ജോസഫ് എന്ന് ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് ഈ ഒരു ചേഞ്ച് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും യൂസർ നെയിം സക്സസ്ഫുള്ളി ചേഞ്ച് ടു ആസ്ട്രോ കെ ജോസഫ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബ്ലോഗിലേക്ക് ഇവിടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂസർ നെയിം ആസ്ട്രോ ജോസഫ് 1000 എന്നൊക്കെയാണ് കാണുന്നത്. ഇനി ഞാൻ റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ പേരിലേക്ക് ഇവിടെ മാറിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഓക്കെ നമ്മൾ ലോഗൗട്ട് ആയി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ലോഗൗട്ട് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ ആ ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ള യൂസർ നെയിം ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലെറ്റ്സ് സേ നമ്മുടെ ബ്ലോഗിലേക്ക് ഒരു സൈറ്റ് മാപ്പ് ആഡ് ചെയ്യണം ആൻഡ് നമുക്കിത് SEO ഒപ്റ്റിമൈസ്ഡ് ആക്കണം. അതിനുവേണ്ടി നമുക്കൊരു പ്ലഗിൻ ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ പ്ലഗിൻ സെക്ഷനിലേക്ക് വരിക. ആൻഡ് ഇവിടെ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലഗിൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ബൈ ദ വേ നമ്മൾ ഈ ഒരു യൂസർ നെയിം ഒക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലഗിൻ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാനാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആ ഒരു പ്ലഗിൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ റിഫ്രഷ് ചെയ്യുകയാണെങ്കിലും എൻ്റെ യൂസർ നെയിം അതേപോലെ തന്നെയുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ ഈ യോസ്റ്റ് SEO എന്ന് പറഞ്ഞിട്ടൊരു SEO പ്ലഗിൻ നമുക്ക് ഈ ഒരു ബ്ലോഗിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ഞാനിപ്പോൾ യോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. എന്നിട്ട് യോസ്റ്റ് SEO ഇൻസ്റ്റാൾ നൗ എന്നിട്ട് ആക്ടിവേറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ടൈം കോൺഫിഗറേഷൻ ഞെക്കാം. എന്നിട്ട് ക്ലോസ്, സ്റ്റാർട്ട്, കണ്ടിന്യൂ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പേഴ്സൺ ആണ്, അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുക. വേണ്ട രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി ഓടിച്ച് വിടുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ SEO ഡാഷ്ബോർഡിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു SEO പ്ലഗിൻ നമ്മുടെ ബ്ലോഗിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് നമ്മുടെ ബ്ലോഗിലേക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ SEO സെറ്റിംഗ്സ് ഒക്കെ ഈ ഒരു യോസ്റ്റ് പ്ലഗിൻ യൂസ് ചെയ്ത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഹൗ ടു സ്റ്റാർട്ട് ബ്ലോഗിംഗ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ അധികം ബ്ലോഗ് റിസൾട്ട്സ് എനിക്ക് കാണാൻ പറ്റില്ലേ. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബ്ലോഗിൻ്റെ ആ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ സൈറ്റ് അഡ്രസ്സ്, പിന്നെ ഇത് ബ്രെഡ് ക്രംസ്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ എങ്ങനെ വരണം എന്നൊക്കെ നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് ഈ ഓരോ SEO പ്ലഗിൻസ് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ പോസ്റ്റ് സെക്ഷനിൽ പോയിട്ട് ഇവിടെ ഈ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു പോസ്റ്റാണ് ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എഡിറ്റ് ഞെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ യോസ്റ്റ് SEOൻ്റെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബ്ലോഗ് പോസ്റ്റ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് എൻ്റെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ ഞാനിപ്പോൾ ലെറ്റ്സ് ഓക്കെ
ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് എന്നുള്ളതാണ് എൻ്റെ ടൈറ്റിൽ എന്ന് വിചാരിക്കുക. ഇപ്പം ഞാനത് അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇങ്ങനെയായിരിക്കും നമ്മളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ വരിക. ആൻഡ് ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ ബ്ലോഗിൻ്റെ ടൈറ്റിൽ മാത്രം മതി, എൻ്റെ ബ്ലോഗിൻ്റെ പേര് വേണ്ട. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ടൈറ്റിൽ മാത്രം വെച്ചാൽ മതി. ഓക്കെ, ഇനി സ്ലഗ് മാറ്റണം. അത് മാറ്റണം. എനിക്കിവിടെ വന്നിട്ട് സ്റ്റാർട്ട് ബ്ലോഗ് എന്ന് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലഗ് ഇവിടെ മാറാൻ പറ്റും. അത് ബേസിക്കലി നമ്മുടെ URL, നമ്മുടെ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ astrokj.com/hello-world എന്നാണ്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് വേറെ എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്റ്റാർട്ട് ബ്ലോഗ് ആണെങ്കിൽ ഇവിടെ start-ast-blog എന്നായിരിക്കും നമ്മളുടെ ആ ഒരു പോസ്റ്റിൻ്റെ URL എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ നമുക്കിവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയായിരിക്കും നമ്മുടെ ബ്ലോഗിൻ്റെ ആ ഒരു ഇത് വരിക. അപ്പോൾ ഈ ഒരു ഫീച്ചർ, ഈ ഒരു ബോക്സ് ഇപ്പോൾ നമ്മൾ വേർഡ്പ്രസ് വെറുതെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ കാണാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേർഡ്പ്രസ്, അത് യോസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ആ ഒരു ഏരിയ നമുക്ക് ആ ഒരു നമ്മുടെ എഡിറ്ററിൻ്റെ ഉള്ളിൽ വന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഈ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് കൺസോളിലൊക്കെ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈറ്റ് മാപ്പ് വേണം. സൈറ്റ് മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലോഗിലുള്ള എല്ലാ പേജസിനെയും ലിങ്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മാസ്റ്റർ പേജ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു പേജ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലഗിൻ യൂസ് ചെയ്യണം. അപ്പോൾ യോസ്റ്റ് SEO എന്ന് പറയുന്നത് അത് ബൈ ഡിഫോൾട്ട് ഒരു സൈറ്റ് മാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ എൻ്റെ വെബ്സൈറ്റ് വന്നിട്ട് ജസ്റ്റ് സൈറ്റ് മാപ്പ് .xml അടിച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റ് മാപ്പ് _index.xml എന്ന് പറഞ്ഞ ഈ ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇത് നമ്മുടെ XML സൈറ്റ് മാപ്പാണ്. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. യോസ്റ്റ് SEO ആണ് ഈ ഒരു സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് നമ്മുടെ ബ്ലോഗിലുള്ള എല്ലാ പേജസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും നമുക്ക് യോസ്റ്റ് SEO ആണ് നമുക്കത് തന്നിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മളുടെ ബ്ലോഗിൽ ഒരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ വേറെ കുറേയധികം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്ലഗിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇവിടെ വന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ആ ഒരു പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സെറ്റിംഗ്സ് നിങ്ങളുടെ ബ്ലോഗിലേക്ക് ഈസിലി ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾ റൈറ്റ്, സോ ഇനി ഞാൻ എൻ്റെ ബ്ലോഗ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വേണമെങ്കിൽ കുറച്ചുകൂടി ഓപ്ഷൻസും മെനു ഐറ്റംസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലോഗിൽ കുറേയധികം കാറ്റഗറീസ് ഉണ്ടെങ്കിൽ ആ കാറ്റഗറീസ് ഒക്കെ മെയിൻ കാറ്റഗറീസ് നമുക്കിവിടെ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ട് ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്നിട്ട് ഞാൻ ആദ്യം കുറച്ച് കാറ്റഗറീസ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. പിന്നെ ലെറ്റ്സ് സേ SEO, പിന്നെ ലെറ്റ്സ് സേ ലിങ്ക് ബിൽഡിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്ലോഗിലുള്ള കാറ്റഗറീസ് എന്ന് ബേസിക്കലി വിചാരിക്കുക. അപ്പോൾ ഞാനിതൊക്കെ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ 4 കാറ്റഗറീസ് ഉണ്ട്. എനിക്കിനിയിപ്പോൾ ഇവിടെ ഒരു മെനു ആഡ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പിയറൻസിൽ ഹവർ ചെയ്തിട്ട് മെനൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു പുതിയ മെനു ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മെനുവിന് നെയിം ഞാൻ ജസ്റ്റ് മെയിൻ എന്ന് കൊടുക്കുകയാണ്. പ്രൈമറി നാവിഗേഷൻ, ക്രിയേറ്റ് മെനു. അപ്പോൾ ഈ ഒരു മെനു സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മെനുവിലേക്ക് എനിക്ക് എൻ്റെ കാറ്റഗറീസ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കാറ്റഗറീസിലേക്ക് വന്നിട്ട് വ്യൂ ഓൾ ഞെക്കിയിട്ട് ഇതെല്ലാം ഞാൻ ആഡ് ചെയ്യാണ്. ആഡ് ടു മെനു. അപ്പോൾ ഈ ഓരോരോ മെനു നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ബേസിക്കലി ഇപ്പോൾ ട്രൈ ചെയ്യുന്നത്. ആൻഡ് വേണമെങ്കിൽ ഇതിൻ്റെ ഓർഡറൊക്കെ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ മെനു വേണമെങ്കിൽ ഈ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഇങ്ങനെ ഇൻറ്റൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ SEOൻ്റെ സബ് കാറ്റഗറിയിൽ വരുന്നതാണ് ലിങ്ക് ബിൽഡിംഗ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ SEOൻ്റെ ഒരു സബ് മെനു ആയിട്ടായിരിക്കും ഈ ലിങ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഈ മെനു വരിക. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേവ് ചേഞ്ചസ് ഞെക്കാം, അല്ലെങ്കിൽ സേവ് മെനു ഞെക്കാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റോ അല്ലെങ്കിൽ കസ്റ്റം പേജസോ കസ്റ്റം ലിങ്കോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ മെനുവിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ കൺഫിഗർ ചെയ്ത് നെക്സ്റ്റ് ഞാനിപ്പോൾ കസ്റ്റമൈസിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഹെഡർ ഞാനിപ്പോൾ ലെറ്റ്സ് ടോപ്പ് ബാറിലേക്ക് എനിക്ക് ഈ ഒരു മെനു ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നാവിഗേഷനിൽ ഞാൻ ഞെക്കിയിട്ട് മെനുവിൻ്റെ അവിടെ ഞാൻ എൻ്റെ മെയിൻ മെനു സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ നോക്കിയിട്ട് കാണാൻ പറ്റും ബ്ലോഗിങ് എല്ലാം എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ സബ് മെനു ഇവിടെ കാണാൻ പറ്റും. അതിനിപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മളുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് മെനൂസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ SEOൻ്റെ അടിയിൽ നമ്മൾ സബ് മെനു ആയിട്ടാണ് ഇത് ലിങ്ക് ബിൽഡിംഗ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ SEOൻ്റെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ലിങ്ക് ബിൽഡിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ കളക്റ്റഡ് ആണ്. ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് മുകളിലേക്ക് എടുത്തിടാം. അപ്പോൾ ഇതൊരു ക്ലീൻ ആയിട്ട് ഇവിടെ കിട്ടും. സോ ബേസിക്കലി ഇങ്ങനെയാണ് നിങ്ങൾ മെനു ആഡ് ചെയ്യേണ്ടത്. ഓൾ റൈറ്റ്, സോ ബൈ ദിസ് പോയിന്റ് നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തു, പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്തു, തീംസ് ഇൻസ്റ്റാൾ ചെയ്തു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കോൺഫിഗർ ചെയ്തു. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഫസ്റ്റ് എവർ ബ്ലോഗ് പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു ബ്ലോഗ് പോസ്റ്റ് നമ്മുടെ ബ്ലോഗിലേക്ക് പബ്ലിഷ് ചെയ്യാൻ ജസ്റ്റ് നോക്കി നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ബ്ലോഗിലേക്ക് വരിക, ഡാഷ്ബോർഡിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ന്യൂ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് ബേസിക്കലി ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് നമ്മുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ലെറ്റ്സ് നമ്മളുടെ ബ്ലോഗിൻ്റെ ടൈറ്റിൽ ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് എന്നാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും എലമെൻറ്റ്സ് ആഡ് ചെയ്യണം. ലെറ്റ്സ് സേ ബിഗിനേഴ്സ് ഗൈഡ് എന്ന് കൊടുക്കാം ഇൻ 2025. സോ ഇതാണ് എൻ്റെ ബ്ലോഗ് ഒരു ടൈറ്റിൽ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
ഓക്കെ, ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് ബിഗിനേഴ്സ് ഗൈഡ് ഇൻ 2025. അപ്പോൾ ടൈറ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗിൻ്റെ കോണ്ടന്റ് ആഡ് ചെയ്യലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഗ്യൂട്ടൻബർഗ് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും type/to-choose ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഞെക്കിയാൽ മതി. അപ്പോൾ ഈ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ള എല്ലാ ബ്ലോക്സും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ബ്രൗസോട് ഞെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന എല്ലാ ബ്ലോക്സും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. നമ്മൾ ബേസിക്കലി മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ പാരഗ്രാഫും ഹെഡിങ്ങും ലിസ്റ്റും ഇമേജ് ടേബിൾ അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിവിടെ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ള എല്ലാ ബ്ലോക്സും ഇവിടെ കാണാൻ പറ്റും. മോസ്റ്റ്ലി നമ്മളെല്ലാം ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ പാരഗ്രാഫ്, ഹെഡിങ്, കോട്ട്, പിന്നെന്താ ഇമേജ് ഗാലറി, ഓഡിയോ, കവർ, ബട്ടൺ, കോളം, ഗ്രിഡ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലെറ്റ്സ് എനിക്കിപ്പോൾ എന്താ ടെക്സ്റ്റ് എന്തെങ്കിലും എഴുതണമെങ്കിൽ എനിക്കിവിടെ ഹായ് ഇത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് അതേപോലെ എഴുതിയാൽ മതി. എൻ്റർ ഞെക്കുക. ഇനിയിപ്പോൾ എനിക്ക് ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ലെറ്റ്സ് സ്ലാഷ് ഇട്ടിട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് അല്ലെങ്കിൽ മീഡിയ ലൈബ്രറി ഓപ്ഷൻ ഞെക്കിയിട്ട് ഈ ഒരു ലോഗോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ആ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ലെറ്റ്സ് എനിക്കൊരു ഹെഡിങ് ആഡ് ചെയ്യണം. അപ്പോൾ /h ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ലെറ്റ്സ് ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ് എന്ന്, ഹൗ ടു ഫൈൻഡ് എ നീഷ്, ഇതാണ് എൻ്റെ ഒരു സബ് ഹെഡിങ് എന്ന് പറയാം. അതിനുശേഷം എനിക്ക് ബ്ലാ 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 കണ്ടൻറ്റ് ഇവിടെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഞാൻ കുറച്ച് ഡമ്മി കണ്ടൻറ്റ് ഫില്ല് ചെയ്തുകൊണ്ട് പോകാം. ഞാനിപ്പോൾ എല്ലാം ക്ലിയർ ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഫസ്റ്റ് ലെറ്റ്സ് ഇവിടെ ഞാൻ വേറൊരു ബ്ലോഗിൽ നിന്ന് കുറച്ച് കോണ്ടൻറ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോണ്ടൻറ്റ് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പറയണം ഓക്കെ എനിക്കൊരു ഹെഡിങ് ആഡ് ചെയ്യണം. അപ്പോൾ ഹെഡിങ് ആഡ് ചെയ്തു. /h2 ഹൗ ടു ഫൈൻഡ് എ നീഷ്, ഇതാണ് എൻ്റെ ഹെഡിങ്. എന്നിട്ട് എനിക്ക് കുറച്ചുകൂടി കോണ്ടൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് കോണ്ടൻറ്റ് ഞാനിങ്ങനെ ആഡ് ചെയ്യാണ്. ഇത് ടോപ്പിക്കായിട്ടൊന്നൊരു ബന്ധമില്ല, ഞാൻ ജസ്റ്റ് റാൻഡം പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. അതിനുശേഷം എനിക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് /image എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഇത് ഞാനിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഓൾ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ബേസിക്കലി സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ സ്ക്രീൻ റീഡേഴ്സ് അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഈ ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അത് വേണമെങ്കിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഞാൻ സേവ് ഞെക്കുക. അപ്പോൾ എനിക്കിവിടെ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് എനിക്കൊരു ലിസ്റ്റ് ആഡ് ചെയ്യണം, ബുള്ളറ്റ് ലിസ്റ്റ്. അപ്പോൾ ഞാൻ / എന്നിട്ടിട്ട് എല്ലാം ഞെക്കിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ എനിക്ക് വേണ്ട ഓപ്ഷൻസൊക്കെ ഓപ്ഷൻ വേണമെങ്കിൽ പറഞ്ഞിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എനിക്ക് കുറച്ചുകൂടി കോണ്ടൻറ്റ് ഞാൻ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ്. എനിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് ബോൾഡ് ചെയ്യണമെങ്കിൽ ആ ഒരു സംഭവം ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഈ ബോൾഡ് ഓപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബോൾഡ് ചെയ്യാൻ പറ്റും, ഇറ്റാലിക്സ് ചെയ്യാൻ പറ്റും. അതേപോലെ എനിക്കിപ്പോൾ ലെറ്റ്സ് ഈ ബ്ലോഗിംഗ് എന്ന് പറഞ്ഞ ഒരു ടേം എനിക്ക് ലിങ്ക് ചെയ്യണം വേറെ ഏതെങ്കിലും ഒരു പേജിലേക്ക്, വെബ്സൈറ്റിലേക്ക് എനിക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്ലോഗിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ലിങ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എനിക്ക് വേണ്ട ലിങ്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ലെറ്റ്സ് എനിക്കിപ്പോൾ എൻ്റെ ഹലോ വേൾഡ് ആർട്ടിക്കിളിലേക്ക് ഇത് ലിങ്ക് ചെയ്യണമെങ്കിൽ ഹലോ എന്ന് അടിച്ചിട്ടുണ്ട്, ആ ഹലോ വേൾഡ് ആർട്ടിക്കിൾ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ലിങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇമേജസ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേബിൾ ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരിക, റോസും കോളംസും എൻ്റർ ചെയ്യുക, ക്രിയേറ്റ് ടേബിളൊക്കെ കോണ്ടൻറ്റ് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാവുന്നുള്ളൂ. അതേപോലെ ഹെഡർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഹെഡർ എനേബിൾ ചെയ്യാം, എന്നിട്ട് ഹെഡർ കൊടുക്കാം. ഫൂട്ടർ വേണമെങ്കിൽ അതും എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഓരോരോ എലമെൻറ്റ്സ് നിങ്ങളുടെ ബ്ലോഗിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എല്ലാ സെറ്റിങ്സും കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് വേണ്ട ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ബ്ലോഗ് പോസ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അതിൻ്റെ ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലോഗിൻ്റെ ഒരു ഫീച്ചേർഡ് ഇമേജ്, അതായത് ബ്ലോഗിൻ്റെ പോസ്റ്റിൻ്റെ ഇമേജ് ആയിട്ട് നമുക്ക് ഡിഫോൾട്ട് ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലോഗിൻ്റെ ഹോം പേജിൽ നിന്നൊക്കെ കാണുന്ന ഒരു ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫീച്ചേർഡ് ഇമേജ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ വേറെ ഒരു ലെറ്റ്സ് ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, സോ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ സെറ്റ് ആസ് ഫീച്ചേർഡ് ഇമേജ് ഞെക്കുകയാണ്. അതേപോലെ ഈ ഒരു ഇത് എനിക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ്സ് ഞാൻ ബ്ലോഗിങ് കാറ്റഗറിയിൽ സെലക്ട് ചെയ്യുകയാണ്. ഇനി പുതിയൊരു കാറ്റഗറി ഉണ്ടാക്കുകയാണെങ്കിൽ ആഡ് ന്യൂ കാറ്റഗറി ഞെക്കുക. എന്നിട്ട് നമുക്ക് കാറ്റഗറിക്ക് പേര് കൊടുക്കാം. ലെറ്റ്സ് ബ്ലോഗ് ഗൈഡ്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് ആഡ് ന്യൂ കാറ്റഗറി ഞെക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ആവുന്നതായിരിക്കും. ടാഗ് വേണം, നമുക്ക് ടാഗ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ബ്ലോഗിങ് ബ്ലോഗ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും സെറ്റിങ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഡയറക്റ്റ്ലി കോൺഫിഗർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ സ്ലഗ്, അതായത് നമ്മുടെ ബ്ലോഗിൻ്റെ ഈ ഒരു പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ website.com/something അടിക്കുമ്പോഴായിരിക്കുമല്ലോ ഈ ഒരു വെബ്സൈറ്റ് വരണ്ടേ. അത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ കൊടുക്കാം. ലെറ്റ്സ് ഞാനിപ്പോൾ ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് അത് ക്ലോസ് ചെയ്യാം. ആ സെയിം ഓപ്ഷൻ നമുക്കിവിടെ ഈ യോസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും കേട്ടോ. യോസ്റ്റിൻ്റെ ഇവിടെ സ്ലഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാറും, ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ മാറും. എനിക്ക് സൈറ്റ് ടൈറ്റിലും സെപ്പറേറ്ററും പേജും വേണ്ട. സോ ഇതായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എനിക്ക് ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് ഗൂഗിളിൽ വിസിബിൾ ആവേണ്ടത്. അതേപോലെ ലെറ്റ്സ് എനിക്കൊരു മെറ്റ ഡിസ്ക്രിപ്ഷൻ ലെറ്റ്സ് കുറച്ച് റാൻഡം ടെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. നിങ്ങളൊരു വെൽ റിസർച്ച് ആയിട്ടുള്ളൊരു മെറ്റ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊണ്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെറ്റ ഡിസ്ക്രിപ്ഷനായി, സ്ലഗായി, ടൈറ്റിലായി, എല്ലായി. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ബ്ലോഗ് ഗൂഗിളിൽ വരിക. ആൻഡ് നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ബ്ലോഗ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പബ്ലിഷ് ബട്ടൺ ഞെക്കുക, പബ്ലിഷ് ചെയ്യുക.
ആൻഡ് ബൂം, ഈ ഒരു ബ്ലോഗ് പോസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത് വ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ വ്യൂ പോസ്റ്റ് എന്ന് ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യുകയാണ്. ആൻഡ് നമ്മൾ കൊടുത്ത സ്ലഗ്, അതായത് astrokj.com/how-to-start-a-blog, ആ ഒരു സ്ലഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് കാണാൻ പറ്റും. ആൻഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫീച്ചേർഡ് ഇമേജാണ് ഇവിടെ കാണുന്നത്. സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ടേബിൾ, അതേപോലെ തന്നെ ടെക്സ്റ്റ്, പിന്നെ അടുത്ത ഇമേജ്, നമ്മുടെ ബുള്ളറ്റ് ലിസ്റ്റ്, നമ്മൾ ബോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ്, അതേപോലെ നമ്മുടെ ലിങ്ക്. അപ്പോൾ ഇത് നമ്മുടെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളിലേക്കായിരുന്നു നമ്മൾ ഈ ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹലോ വേൾഡിലേക്ക് എടുക്കും നമ്മളെ. ഓക്കെ, ഞാൻ കുറച്ചുകൂടി സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഓതർ ബോക്സ് കാണാൻ പറ്റും, കോമെൻറ്റ് സെക്ഷൻ കാണാൻ പറ്റും. അതിന് കുറേയധികം കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ലെറ്റ്സ് സേ ഞാനിപ്പോൾ ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഹായ് കമൻറ്റ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഈ ഓരോരോ കമൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് പോയിട്ട് കോമെൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ കമൻറ്റ്സും കാണാൻ പറ്റും. ആ ഓരോ കമൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാം, സ്പാമിലേക്ക് ഇടാൻ പറ്റും, ട്രാഷ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ബേസിക്കലി ഇങ്ങനെയാണ് നിങ്ങളൊരു ബ്ലോഗിലൊരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഈ ബ്ലോഗ് പോസ്റ്റ് കൂടാതെ തന്നെ വേറെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പേജസ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾക്ക് പ്രൈവസി പോളിസി പേജ് വേണ്ടി വരും, അബൌട്ട് അസ് പേജ് വേണ്ടി വരും, കോൺടാക്ട് അസ് പേജ് വേണ്ടി വരും. അങ്ങനെ പേജസ് ഒക്കെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ നിന്നായിരിക്കും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ന്യൂ പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം എഡിറ്റർ തന്നെയാണ് ഓപ്പൺ ആയി വരിക. നിങ്ങൾക്ക് ജസ്റ്റ് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ട് ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ലെറ്റ്സ് നിങ്ങൾക്ക് ഒരു കോൺടാക്ട് പേജാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലെറ്റ്സ് ഒരു കോൺടാക്ട് ഫോം പ്ലഗിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു കോൺടാക്ട് ഫോം ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഞാനിപ്പോൾ എൻ്റെ പ്ലഗിൻസിലേക്ക് പോകുന്നു, ആഡ് ന്യൂ പ്ലഗിൻ, എന്നിട്ട് ലെറ്റ്സ് കോൺടാക്ട് ഫോം 7. ഇതൊരു കോൺടാക്ട് ഫോമാണ്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം വേർഡ്പ്രസ്സിലേക്ക്. കോൺടാക്ട് ഫോം 7 ഇൻസ്റ്റാൾ ചെയ്യാണ്. ആൻഡ് നിങ്ങളുടെ നോക്കിയിട്ട് കാണാൻ പറ്റും ഓൾമോസ്റ്റ് 10 million+ ആക്റ്റീവ് ഇൻസ്റ്റാളേഷൻസ് ഉണ്ട് ഈ ഒരു പ്ലഗിന്. സോ ക്ലിക്ക് ഓൺ ആക്ടിവേറ്റ്. അപ്പോൾ കോൺടാക്ട് ഫോം 7 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കോൺടാക്ട് സെക്ഷനിൽ പോയിട്ടുണ്ട് നമുക്കിവിടെ ഡിഫോൾട്ടായിട്ട് അവർ തന്നെ ഓൾറെഡി ഒരു കോൺടാക്ട് ഫോം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷോർട്ട് കോഡ് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേണ്ട എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാം. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഷോർട്ട് കോഡ് ഇവിടെ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഷോർട്ട് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ എൻ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാനൊരു സ്ലാഷ് ഇട്ടിട്ട് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഈ ഒരു കോൺടാക്ട് ഫോം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺടാക്ട് ഫോം ഇവിടെ വന്നു. ഇനിയിപ്പോൾ അത് ഞാൻ ജസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് ഈ ഒരു പേജ്. എന്നിട്ട് ഈ വ്യൂ പേജ് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇതിലേക്ക് ഞാൻ ഈസി ആയിട്ടൊരു കോൺടാക്ട് ഫോം എൻ്റെ ബ്ലോഗിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വേറെ ഏതെങ്കിലുമൊക്കെ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കോൺടാക്ട് ഫോം ആഡ് ചെയ്തിട്ട് ഈ ഒരു കോൺടാക്ട് അസ് പേജ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് നമ്മുടെ ബ്ലോഗിലേക്ക് ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യുന്നതും പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും പേജസും അതേപോലെ തന്നെ പോസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങളുടെ ബ്ലോഗിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ മീഡിയ ഫയൽസും കാണണമെങ്കിൽ ഈ ഒരു മീഡിയ ഫയൽസ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഫ്രഷ് ആയിട്ടൊരു വേർഡ്പ്രസ് ബ്ലോഗ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേർഡ്പ്രസ്സിലേക്ക് അധികം എക്സ്പോഷർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ മതി നിങ്ങൾക്ക് ക്വിക്ക്ലി ഗെറ്റ് സ്റ്റാർട്ടഡ് ആവാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഹൗ ടു ഫിക്സ് ദാറ്റ് ഇൻ വേർഡ്പ്രസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ഗൈഡ്സും ആർട്ടിക്കിൾസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് എവർ ബ്ലോഗ് പോസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും സിമ്പിളാണ് നമുക്കൊരു വേർഡ്പ്രസ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത് നോക്കി, ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്ത് നോക്കി, പിന്നെ ഡൊമൈനും ഹോസ്റ്റിംഗ് ലിങ്ക് ചെയ്ത് നോക്കി, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി, തീംസും പ്ലഗിൻസും കോൺഫിഗർ ചെയ്ത് നോക്കി, അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്തതും ഫൈനലി നമ്മുടെ ഒരു ബ്ലോഗ് പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ബ്ലോഗിൽ ഒരു പേജും പബ്ലിഷ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഹൈ ലെവൽ ഓവർവ്യൂ ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് പോലെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ബ്ലോഗിലേക്ക് വേണ്ട ബ്ലോഗ് പോസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുക. ലെറ്റ്സ് നിങ്ങളൊരു കീവേഡ് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് കുറേ ടോപ്പിക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് വേണ്ട ബ്ലോഗ് പോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് അപ്പ് ആൻഡ് ലൈവ് ഓൺ ദ ഇൻ്റർനെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇങ്ങനെയാണ് ഒരു വേർഡ്പ്രസ് ബേസ്ഡ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ബ്ലോഗിങ്ങിനെ പറ്റിയുള്ള ആ ഒരു വീഡിയോയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ക്ലിയർ പിക്ചർ കിട്ടും ആസ് ടു ഹൗ ബ്ലോഗിംഗ് വർക്ക്സ്, അതേപോലെ തന്നെ ഹൗ ടു സ്റ്റാർട്ട് എ ബ്ലോഗ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹോപ്പ് യു ഗൈസ് ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ഇഫ് യെസ്, മേക്ക് ഷുർ ടു സബ്സ്ക്രൈബ് ആൻഡ് ഐ വിൽ സീ ദി നെക്സ്റ്റ് വൺ.